ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ബയോളജിയാണ്. ബയോളജിയുടെ ഭാഗത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലെസൺ, അറിയാനും പ്രതികരിക്കാനും. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും ശരീരഭാഗങ്ങളിലുമുള്ള കോശങ്ങളാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും ശരീരഭാഗങ്ങളിലുമുള്ള കോശങ്ങളാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ്. ഉദ്ദീപന പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ഉദ്ദീപന പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണിന് കോശസ്തരവും കോശദ്രവവും ന്യൂക്ലിയസും ഉണ്ട്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോൺ ആണ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേഷണം സ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന കോശമാണ് ഷ്വാൻ കോശം. ആക്സോണിനെ വലയം ചെയ്യുന്ന കോശമാണ് ഷ്വാൻ കോശം. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റ് ആണ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ മൈലിൻ സ്തരമാണ് മൈലിൻ ഷീത്ത്. ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയിട്ടുള്ള മൈലിൻ സ്തരമാണ് മൈലിൻ ഷീത്ത്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി എന്ന് പറയുന്നത്. ഇവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാലാണ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളാൽ നിർമ്മിതമാണ്. ന്യൂറോണിലെ മൈലിൻ ഷീത്ത് ഷ്വാൻ കോശങ്ങളാലാണ് നിർമ്മിതമായിട്ടുള്ളത്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. മൈലിൻ ഷീത്തിൻ്റെ നിറം തിളങ്ങുന്ന വെള്ളനിറമാണ്. തിളങ്ങുന്ന വെള്ളനിറമാണ് മൈലിൻ ഷീത്തിനുള്ളത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണുന്ന ഭാഗം വൈറ്റ് മാറ്റർ ആണ്. വൈറ്റ് മാറ്ററിലാണ് കൂടുതലായിട്ട് മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്നത്. മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗമാണ് ഗ്രേ മാറ്റർ. മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങളാണ് ആക്സോണിനെ പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങളാണ് ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവ. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഷ്വാൻ കോശങ്ങളും ഒളിഗോഡെൻഡ്രോസൈറ്റുകളും. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെട്ട ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെട്ട ഭാഗമാണ് സിനാപ്സ്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ് ഡോപ്പമിനും അസറ്റൈൽ കോളിനും.
സിനാപ്സുകളുടെ ധർമ്മം ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ആവേഗങ്ങളുടെ വേഗതയും ദിശയും ക്രമീകരിക്കുക എന്നതാണ് സിനാപ്സുകളുടെ ധർമ്മം. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡീകോശങ്ങളാണ്. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തുന്നത് പ്രേരക നാഡീകോശങ്ങൾ വഴിയാണ്. സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്ര നാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നത് സമ്മിശ്ര നാഡിയാണ്. രണ്ട് ഭാഗത്തേക്കും വിനിമയം നടത്തുന്നത് സമ്മിശ്ര നാഡിയാണ്. നാഡീവ്യവസ്ഥയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീവ്യവസ്ഥയെന്നും. മസ്തിഷ്കവും സുഷുമ്നയും അടങ്ങുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. ശിരോനാഡികൾ 12 ശിരോനാഡികളും 31 സുഷുമ്ന നാഡികളും ചേർന്നാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനുള്ളിലാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 സ്തര പാളിയുള്ള ആവരണമാണ് മെനിഞ്ചസ്. രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് അവിടേക്ക് തന്നെ ആഗിരണം ചെയ്യുന്നതാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും കാണപ്പെടുന്നതാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഇതിൻ്റെ ധർമ്മങ്ങൾ മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങളാണ് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നത് സെറിബ്രത്തിലാണ്. സെറിബ്രത്തിൻ്റെ പുറം ഭാഗം കോർട്ടെക്സ് എന്ന പേരിലും സെറിബ്രത്തിൻ്റെ ഉൾഭാഗം മെഡുല്ല എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. കോർട്ടെക്സ് ചാരനിറത്തിലും മെഡുല്ല വെളുത്ത നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നീ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ സെറിബ്രമാണ് നിയന്ത്രിക്കുന്നത്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നതാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണം ചെയ്യുന്ന കേന്ദ്രം തലാമസാണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് തലാമസാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ 2 ദളങ്ങളായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്നുകൊണ്ട് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതാണ് മെഡുല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെയായിട്ട് സെറിബെല്ലത്തോട് ചേർന്നുകൊണ്ട് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. തലാമസിനെ തൊട്ട് താഴെയായി കാണപ്പെടുന്നതാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് സുഷുമ്ന. നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല. സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്നത് മെനിഞ്ചസ് ആണ്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിലാണ് സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നത്. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററുമാണ് കാണപ്പെടുന്നത്. ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററുമാണ് കാണപ്പെടുന്നത്. 31 ജോഡി സുഷുമ്ന നാഡികളാണ് ഉള്ളത്. ഡോർസൽ റൂട്ടുകളും വെൻട്രൽ റൂട്ടുകളും ചേർന്നുണ്ടാകുന്നതാണ് സുഷുമ്ന നാഡികൾ.
റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സുഷുമ്നയാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം സുഷുമ്നയാണ്. സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെയാണ് സുഷുമ്നയിലേക്ക് എത്തുന്നത്. സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെയാണ് സുഷുമ്നയിലേക്ക് എത്തുന്നത്. പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നത് ഗ്രാഹികളാണ്. ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത് സംവേദനാഡിയാണ്. സംവേദനാഡിയാണ് ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത്. സംവേദക നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർ ന്യൂറോൺ. സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതും ഇന്റർ ന്യൂറോൺ ആണ്. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രേരക നാഡിയാണ്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് ആർക്ക്. സുഷുമ്ന കേന്ദ്രമായിട്ടുള്ള റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ. സെറിബ്രം നിയന്ത്രിക്കുന്ന റിഫ്ലക്സുകളാണ് സെറിബ്രൽ റിഫ്ലക്സുകൾ. കണ്ണിൽ പ്രകാശം പതിക്കുമ്പോഴും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴും കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സിൻ്റെ ഫലമായിട്ടാണ്. മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷണത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് അല്ലെങ്കിൽ ഗാബ എന്ന നാഡീയ പ്രേഷണത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താൻ മദ്യം കാരണമാകുന്നു. ഇത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനം ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമായിട്ട് മാറുന്നു. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയിലെ മാറ്റങ്ങളാണ് ഇനി പറയുന്നത്. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥയിലെ അടിയന്തര സാഹചര്യങ്ങളിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. പാരാസിമ്പതറ്റിക്കിലാണെങ്കിൽ പ്യൂപ്പിൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. സിമ്പതറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇനി പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ഉമിനീർ കൂടുന്നു, ശ്വാസനാളം സങ്കോചിക്കുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാവുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാവുന്നു, ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു. നേരെ ഓപ്പോസിറ്റാണ് കൂടുതൽ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അൽഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും തുടർന്ന് ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നതാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ്. ഇതിൻ്റെ ലക്ഷണം ഓർമ്മ നഷ്ടപ്പെടുന്നതാണ്. ബന്ധുമിത്രാദികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദിനചര്യ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് അൽഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു.
ഇതുമൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴുണ്ടാകുന്നതാണ് പാർക്കിൻസൺസ് രോഗം. ഇതിൻ്റെ ലക്ഷണം ശരീരത്തുലനനില നഷ്ടപ്പെടുന്നു, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയലുണ്ടാകുന്നു, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുന്നു. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് അപസ്മാരം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് അപസ്മാരം. തുടരെയുള്ള പേശി സങ്കോചം മൂലമാണ് സന്നി ഉണ്ടാകുന്നത്. അപ്പം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം. അടുത്ത ലെസൺ അറിവിൻ്റെ വാതായനങ്ങൾ. ആദ്യം കണ്ണിനെക്കുറിച്ചാണ്. തലയോട്ടിയിലെ കുഴികളാണ് നേത്രകോടരം. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. കൺജക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നത് കൺജക്റ്റൈവയാണ്. കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുന്നതും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നത് കണ്ണുനീരാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈമാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. കണ്ണിലെ പാളികളാണ് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം. യോജക കലകളാലാണ് ദൃഢപടലം നിർമ്മിച്ചിട്ടുള്ളത്. ദൃഢപടലത്തിൻ്റെ ഭാഗങ്ങളാണ് കോർണിയ, കൺജക്റ്റൈവ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയയാണ്. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത്. ധാരാളം രക്തക്കുഴലുകൾ കാണുന്ന മധ്യപാളിയാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുന്നത്. ധാരാളം രക്തക്കുഴലുകൾ കാണുന്ന മധ്യപാളിയാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. ഇതിൻ്റെ ഭാഗങ്ങളാണ് ഐറിസും പ്യൂപ്പിളും. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടല ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നത് മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലുള്ള ഭാഗം പീതബിന്ദുവാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ടിലാണ്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം പീതബിന്ദുവാണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതുകൊണ്ട് കാഴ്ച സാധ്യമാകുന്നില്ല. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ല. സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. സുതാര്യവും ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസാണ് കണ്ണിൽ കാണപ്പെടുന്നത്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചാണ് ലെൻസ് ഇരിക്കുന്നത്. സീലിയറി പേശികളുമായിട്ടാണ് ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. സ്നായുക്കളാണ് ഇവയെ ബന്ധിപ്പിക്കുന്നത്. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത്. ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡിയാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡിയാണ്. കണ്ണിലെ ദ്രവങ്ങളാണ് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. കോർണിയയ്ക്കും ലെൻസിനുമിടയിൽ കാണപ്പെടുന്ന അക്വസ് അറയിലാണ് അക്വസ് ദ്രവം കാണപ്പെടുന്നത്. കോർണിയയ്ക്കും ലെൻസിനുമിടയിലാണ് അക്വസ് അറ സ്ഥിതി ചെയ്യുന്നത്. രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നതാണ് അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്.
ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിലാണ് വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്. ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. കണ്ണിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഐറിസും പ്യൂപ്പിളുമാണ്. കണ്ണിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഐറിസും പ്യൂപ്പിളുമാണ്. പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് ഐറിസിലെ വലയ പേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ്. ഐറിസിലുള്ള വലയ പേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു, പ്യൂപ്പിൾ വികസിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുകയും പ്യൂപ്പിൾ വികസിക്കുകയും ചെയ്യുന്നു. തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുകയും പ്യൂപ്പിൾ ചുരുങ്ങുകയും ചെയ്യുന്നു. തീവ്രപ്രകാശം ഉണ്ടാകുന്ന സമയത്ത് വലയ പേശികളാണ് സങ്കോചിക്കുന്നത്, പ്യൂപ്പിൾ ചുരുങ്ങുകയും ചെയ്യുന്നു. ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്നതിനാൽ അടുത്തുള്ളതും അകലെയുള്ളതുമായ വസ്തുക്കളെ കാണാൻ സാധിക്കുന്നു. ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്നത് കൊണ്ടാണ് അടുത്തുള്ളതും അകലെയുള്ളതുമായ വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു, ലെൻസിൻ്റെ വക്രത, ഫോക്കസ് ദൂരം എന്നിവ ക്രമീകരിക്കപ്പെടുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമ അവസ്ഥയിലായിരിക്കും, സ്നായുക്കൾ വലിയുന്നു. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോണ് കോശങ്ങളും. റോഡ് കോശങ്ങളുടെ എണ്ണം കൂടുതലാണ്. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന കാഴ്ച വർണ്ണകമാണ് റോഡോപ്സിൻ. റോഡ് കോശങ്ങളിലാണ് റോഡോപ്സിൻ കാണപ്പെടുന്നത്. ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൾ എന്ന പദാർത്ഥവും ചേർന്നാണ് റോഡോപ്സിൻ ഉണ്ടാകുന്നത്. ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനാളും ചേർന്നാണ് റോഡോപ്സിൻ ഉണ്ടാകുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ഇതിനില്ല. റോഡ് കോശങ്ങൾക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന കാഴ്ച വർണ്ണകമാണ് ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ കാണപ്പെടുന്നത് കോൺ കോശങ്ങളിലാണ്. അയഡോപ്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കോൺ കോശങ്ങളാണ്. അയഡോപ്സിൻ എന്നറിയപ്പെടുന്നത് കോൺ കോശങ്ങളാണ്. വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത്, അതായത് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. 3 തരം കോൺ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ് 3 തരം കോൺ കോശങ്ങൾ കാണപ്പെടുന്നത്. അടുത്തത് നേത്രരോഗങ്ങളാണ്. നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം റോഡോപ്സിൻ കുറയുകയും നിശാന്തതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. അന്ധതയിലേക്ക് നയിക്കാനും ഇത് കാരണമാകും. കോൺ കോശങ്ങളിലുള്ള തകരാറ് കാരണം പച്ച, ചുവപ്പ്, നീല എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. കോൺ കോശങ്ങളിലെ തകരാറ് കാരണം ഉണ്ടാകുന്നതാണ് വർണ്ണാന്ധത. ഈ വർണ്ണാന്ധത വന്ന ആൾക്ക് പച്ച, ചുവപ്പ്, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല. അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്ലോക്കോമ. അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്ലോക്കോമ. മർദ്ദം കൂടുകയും റെറ്റിനയ്ക്കും ഗ്രാഹിക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കാനും ഗ്ലോക്കോമ കാരണമാകുന്നു. ലേസർ ചികിത്സയിലൂടെ ഗ്ലോക്കോമ പരിഹരിക്കാൻ സാധിക്കും. ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന അസുഖമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം ഉണ്ടാകുന്നതാണ് തിമിരം. ലെൻസ് മാറ്റിവെക്കലിലൂടെ തിമിരം പരിഹരിക്കാൻ സാധിക്കും. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം.
ബാക്ടീരിയ, വൈറസ് എന്നിവ മൂലം കൺജക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജക്റ്റിവിറ്റീസ് എന്ന് പറയുന്നത്. ബാക്ടീരിയ, വൈറസ് എന്നിവ മൂലം കൺജക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജക്റ്റിവിറ്റീസ്. അടുത്തത് ചെവിയാണ്. കേൾവിക്കും ശരീര തുലനനില നിലനിർത്താനും സഹായിക്കുന്നത് ചെവിയാണ്. ചെവിയുടെ 3 ഭാഗങ്ങളാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തിൻ്റെ ഭാഗമാണ് ചെവിക്കുട, കർണനാളം, കർണപടം. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുട അല്ലെങ്കിൽ പിന്നെയാണ്. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നത് കർണനാളമാണ്. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളെയും തടയുന്നു. കർണനാളത്തിൽ കാണപ്പെടുന്ന രോമങ്ങളും കർണമെഴുകുമാണ് പൊടിപടലങ്ങളും രോഗാണുക്കളെയും തടയുന്നത്. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്തരമാണ് കർണപടം അല്ലെങ്കിൽ ടിമ്പാനം എന്ന് പറയുന്നത്. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്തരമാണ് കർണപടം. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്തരമാണ് കർണപടം. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നിവ കാണപ്പെടുന്നത് മധ്യകർണത്തിലാണ്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നിവ കാണപ്പെടുന്നത് മധ്യകർണത്തിലാണ്. കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിൽ എത്തിക്കുന്നത് അസ്ഥിശൃംഖലയാണ്. കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിൽ എത്തിക്കുന്നത് അസ്ഥിശൃംഖലയാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതും യൂസ്റ്റേഷ്യൻ നാളിയാണ്. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ്. തലയോട്ടിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിൽ സ്തരനിർമ്മിതമായിട്ടുള്ള അറകൾ കാണപ്പെടുന്നുണ്ട്. ഈ സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവമാണ് കാണപ്പെടുന്നത്. എൻഡോലിംഫ് ദ്രവം കാണപ്പെടുന്നു. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ പെരിലിംഫ് ദ്രവമാണ് കാണപ്പെടുന്നത്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ കാണപ്പെടുന്നത് പെരിലിംഫ് ദ്രവമാണ്. ആന്തരകർണത്തിലെ മുഖ്യ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവ. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുമാണ് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നത്. കോക്ലിയ കേൾവിക്ക് സഹായിക്കുന്നു. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഓവൽ വിൻഡോ ആണ്. അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഓവൽ വിൻഡോയാണ്. കോക്ലിയക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നത് റൗണ്ട് വിൻഡോയാണ്. കോക്ലിയയുടെ അകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നത് റൗണ്ട് വിൻഡോയാണ്. ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ട് കാണപ്പെടുന്ന ഭാഗമാണ് കോക്ലിയ. കോക്ലിയയിൽ 3 അറകളാണ് കാണപ്പെടുന്നത്. മധ്യ അറയെയും താഴത്തെ അറയെയും വേർതിരിക്കുന്നത് ബേസിലാർ സ്തരമാണ്. കോക്ലിയയിലെ മധ്യ അറയെയും താഴത്തെ അറയെയും വേർതിരിക്കുന്നത് ബേസിലാർ സ്തരമാണ്. ഇവിടെയുള്ള സവിശേഷ രോമങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് അറിയപ്പെടുന്നത്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നാണ് ഓർഗൻ ഓഫ് കോർട്ടി. വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികളാണ് രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്നത്. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലകൾ. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ്. മധുരം, ഉപ്പ്, പുളി, കയ്പ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട രുചികൾ. പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂനെ എന്നിവയിൽ നമുക്ക് അനുഭവപ്പെടുന്ന രുചിയാണ് ഉമാമി രുചി. ജാപ്പാനീസ് ഭാഷയിലെ സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് ഉമാമി എന്ന വാക്കിനർത്ഥം. കൊഴുപ്പിൻ്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്നറിയപ്പെടുന്നത്. കൊഴുപ്പിൻ്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ്. പ്ലനേറിയ പ്രകാശം തിരിച്ചറിയുന്നത് ഐസ്പോട്ട് ഉപയോഗിച്ചാണ്. പ്ലനേറിയ പ്രകാശം തിരിച്ചറിയുന്നത് ഐസ്പോട്ട് ഉപയോഗിച്ചാണ്. ഈച്ചയുടെ അല്ലെങ്കിൽ ഷഡ്പദങ്ങളുടെ കണ്ണിലെ പ്രകാശഗ്രാഹി സംവിധാനമാണ് ഒമാറ്റീഡിയ. ഷഡ്പദങ്ങളുടെ കണ്ണിലെ പ്രകാശഗ്രാഹി സംവിധാനമാണ് ഒമാറ്റീഡിയ. ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ഒമാറ്റീഡിയ.
പാമ്പ് ജേക്കബ്സൺ ഓർഗൻ ഉപയോഗിച്ചാണ് ഗന്ധം തിരിച്ചറിയുന്നത്. നാക്കിലെ ഗന്ധകണികകൾ വായുടെ മുകളിലുള്ള ജേക്കബ്സൺ ഓർഗനിലെത്തുമ്പോൾ ഗന്ധഗ്രാഹി ഉത്തേജിക്കപ്പെടുന്നു. ഏറ്റവും ക്ഷമത കൂടിയ ഗ്രന്ഥഗ്രാഹികൾ കാണപ്പെടുന്നത് സ്രാവിലാണ്. സ്രാവിനാണ് ഏറ്റവും കൂടുതൽ ഗന്ധം തിരിച്ചറിയാൻ സാധിക്കുന്നത്. സ്രാവിൻ്റെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം വരുത്താനുള്ള ഗ്രാഹികൾ കാണപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ലെസണിൽ നിന്നും പ്രധാനമായും പഠിക്കാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്